സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സാധാരണക്കാരായ ആൾക്കാർ ചിന്തിക്കാതെ പോകുന്ന വലിയൊരു വിപത്തുണ്ട്, വലിയൊരു അപകടം. ആ അപകടം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വലിയ വലിയ ദുരിതങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലായിരിക്കാം അത്. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. എന്താണ് ആ അപകടം എന്നല്ലേ? നമ്മൾ പല ആൾക്കാരും സ്വന്തം വീടുള്ള ആൾക്കാരായിരിക്കാം. സ്വന്തം വീടുണ്ടായാലും ചില അവസരങ്ങളിൽ നമ്മൾ വാടകയ്ക്ക് താമസിക്കേണ്ടതായി വരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരാളെ വീട്, ആൾ കണ്ണൂർ ജില്ലയിൽ താമസക്കാരനാണ്. അവരവിടെ ഒരു പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയത്. വീട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ബാക്കി എല്ലാ സാധനവും നമുക്ക് വണ്ടിയിൽ കയറ്റി പോകാം, പക്ഷേ വീട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോഴെന്ത് ചെയ്യണം? അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീട് എടുത്തിട്ട് താമസിക്കണം. അത് പോലീസ് ഓഫീസറല്ല, വില്ലേജ് ഓഫീസറല്ല, താലൂക്ക് ജീവനക്കാരനല്ല, ഗവൺമെൻറ്റിൻ്റെ തരത്തിലുള്ള എല്ലാ ജീവനക്കാർക്കും ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടും മറ്റ് വേറെ ഏതെങ്കിലും ആവശ്യത്തിനായിട്ടും നമ്മൾ ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ താമസിക്കുന്ന ഘട്ടത്തിൽ ആ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷം നമ്മളെ ബാധിക്കുമോ? ഇതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. സാധാരണ ചില ആൾക്കാർ പറയും, അതാ വീട്ടുടമയല്ലേ ബാധിക്കും, നമ്മുടെ പേരിലൊന്നല്ലല്ലോ, നമ്മളവിടെ തൽക്കാലം 1 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്കല്ലേ താമസിക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. ഉദാഹരണം, എൻ്റെ അടുത്തൊരു കുടയുണ്ട്, നല്ല മഴ വരുവാണ്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കുന്നത്, ഒന്ന് ഈ കുട തരുമോ, എനിക്കൊന്ന് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് വരാനാണ്. അപ്പോൾ ഞാൻ പറയും, ഇത് അല്പം കീറലൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് പറ്റുമോ? സാരില്ല, ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറയും. ആ കുടയെടുത്തിട്ട് പോകുമ്പോൾ മഴ കീറിയ ഭാഗത്തൂടെ ഉള്ളിലേക്ക് കിടക്കും. അത് കുടയുടെ ഉടമസ്ഥനെ ബാധിക്കൂ, എന്നെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ആരാണോ കുട ഉപയോഗിക്കുന്നത് ആ കുട ഉപയോഗിക്കുന്ന ആൾക്കല്ലേ ഈ വെള്ളത്തിൻ്റെ ചാറ്റിൽ കിട്ടുക, അല്ലെങ്കിൽ വെള്ളം നനയാൻ ഉറപ്പാണ്. അയ്യോ, ഇത് കുടയുടെ ഉടമസ്ഥനായ ഒരാളാണ്, അതുകൊണ്ട് ദോഷമില്ല അയാൾക്കായിരിക്കും എന്ന് പറയുന്നത് തെറ്റ്. ഇതേപോലെ തന്നെ നമ്മളൊരു വാഹനം ഇപ്പോൾ റെൻ്റിനായിട്ട് നമ്മൾ വാഹനം എടുക്കാറുണ്ട്. ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് നമ്മളൊരു വാഹനം വാടകയ്ക്ക് എടുക്കും. ആ വാഹനം ഉപയോഗിക്കുന്ന ആൾക്ക് അതിലിപ്പോൾ ബ്രേക്ക് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ തേയ്മാനമുള്ള വണ്ടിയുടെ ടയർ ഏത് നിമിഷം പൊട്ടേണ്ട ലെവലിലാണുള്ളത്. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഓടിക്കുന്ന ആൾക്കാർക്കല്ല, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരല്ല എൻ്റെ ദോഷം വരിക, ഉറപ്പാണ്. അല്ലാണ്ട് ഉടമസ്ഥനല്ല. അതേപോലെ തന്നെയാണ് വീടും. വീട്ടിൽ ആരാണോ താമസിക്കുന്നത് അവരെ 100% അത് ബാധിക്കും. അയ്യോ ഭഗവാൻ, അപ്പോഴെന്ത് ചെയ്യും? പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ അത് ചിന്തിക്കാതെയാണ് പോയിട്ട് വീടെടുത്തിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പരമാവധി നിങ്ങളൊരു വാടകയ്ക്ക് വീട് എടുക്കുകയാണെങ്കിൽ പരമാവധി എന്ത് വേണമെന്ന് വെച്ചാൽ അറിവുള്ള ആരുടെയെങ്കിലും ഒരു സഹായം തേടുക. ഇതാ ഇങ്ങനെയുണ്ടൊരു വീട്, ഒന്ന് വന്ന് നോക്കാൻ പറ്റുമോ? ഇനി നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ വെച്ചാൽ ഫോണിലൂടെ. ഇപ്പോൾ എൻ്റെ അടുത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോണിലൂടെ അതിനുള്ള മറുപടി കൊടുക്കും. എല്ലാ സ്ഥലത്തും നമുക്ക് പോയി നോക്കാൻ പറ്റുന്ന വരില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫോണിലൂടെയാണ് അവർക്ക് നിർദ്ദേശം കൊടുക്കുക, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ ഇനി അങ്ങനെ ഒരാളുടെ സഹായം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തന്നെ അതിന് ദോഷങ്ങൾ കണ്ടെത്താം. ആ ദോഷങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് തന്നെ അത്തരത്തിലുള്ള വീടുകൾ തിരഞ്ഞെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നീട് 8ൻ്റെ പണിയാണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വീട് വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് പ്രധാനമായി ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മൾ വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, റോഡ് സൗകര്യം ഉള്ളതാണോ എന്ന് നമ്മൾ നോക്കുമല്ലോ. റോഡ് സൗകര്യം, അതുപോലെ പ്രധാന വഴികൾ, ഈ വഴികൾക്ക് അഭിമുഖമായിട്ടായിരിക്കണം വീടിൻ്റെ മുൻഭാഗം വരേണ്ടത്. അതല്ല എങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടായിരിക്കണം.
കിഴക്കോട്ട് ദർശനവുമായിട്ടുള്ള വീടാണെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ അടിക്കണ്ട. അല്ലെങ്കിൽ റോഡിൻ്റെ മുൻഭാഗത്തേക്കായിരിക്കണം, റോഡിൻ്റെ ഭാഗത്തേക്ക് ഡോറുള്ളതായിരിക്കണം പ്രധാന വാതിൽ. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് റോഡിൻ്റെ ഭാഗത്തേക്കായിരിക്കണം, അല്ലെങ്കിൽ കിഴക്കോട്ടായിരിക്കണം. ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം. അതേ അവസരത്തിൽ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും കന്നിമൂലയിൽ വീടിൻ്റെ നമ്മൾ നോക്കുമ്പം ഈ പെൻഡുലം വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ കിഴക്കും വടക്കും പടിഞ്ഞാറും. അങ്ങനെ വരുന്ന സമയത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് പ്രധാന വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് നമ്മൾ ഒരു കാരണവശാലും എടുക്കണ്ട എന്ന് തീരുമാനിക്കാം. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കണം ചില അടുക്കളയുടെ സ്ഥാനമാണ്. ഈ അടുക്കളയുടെ സ്ഥാനം ഒരു കാരണവശാലും കന്നിമൂലയിൽ വരാൻ പാടില്ല. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കണം. കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ ഭാഗമാണ്. ആ ഭാഗത്ത് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? അടുക്കള വരാൻ പാടില്ല. എന്നാൽ എവിടെയാണ് ഉത്തമമായ സ്ഥാനം? നിങ്ങൾക്ക് കുറേ കൂടി ഐശ്വര്യവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉത്തമമായ സ്ഥാനം വെച്ചാൽ ഒന്നിക്കൽ ഈ പറയുന്ന തെക്ക് കിഴക്കേ ഭാഗം എന്ന് വെച്ചാൽ അഗ്നികോണ്. അഗ്നികോണിലാണ് അഗ്നിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് അടുക്കളയുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഈശാനുകോണിലായാലും ദോഷമില്ല. ഈശാനുകോൺ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ ഭാഗം. ഈ ഭാഗത്ത് അടുക്കളയുണ്ടെങ്കിൽ അടുക്കളയുടെ സ്ഥാനം ദോഷമില്ല. നിങ്ങൾക്ക് തൽക്കാലം അവിടെ താമസിക്കാം. എന്നാൽ ഒരു കാരണവശാലും നമ്മൾ എന്താവരുത്? ഈ പറയുന്ന കന്നിമൂല എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഒരിക്കലും അടുക്കളയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകണ്ട. നിങ്ങൾക്ക് അവിടെ ഒരു കാരണവശാലും ഉയർച്ച ഉണ്ടാകില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയെപ്പോലും ബാധിക്കാനിടയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തീർന്നിട്ടില്ല. മൂന്നാമത്തെ സ്ഥാനം നോക്കേണ്ടത് നമ്മൾ കിടന്നുറങ്ങണ്ടേ. കാരണം വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് കിടപ്പുമുറി. അപ്പോൾ ആ കിടപ്പുമുറി നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതായിരിക്കണം. ദുസ്വപ്നം കാണാൻ പറ്റാത്തതായിരിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ശല്യങ്ങൾ, ചിലപ്പോൾ രാത്രി അവിടെ നിന്ന് ഒച്ച കിട്ടും, ഇവിടുന്ന് ഒച്ച കിട്ടും എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അതുപോലെ ഉറക്കം കിട്ടാതെ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവസ്ഥയുണ്ടാവും. എന്തെങ്കിലും നമ്മൾ വീട് മാറി കിടക്കുമ്പോൾ പലതരത്തിലുള്ള ദോഷമുണ്ടാവും. പക്ഷേ അതിനൊരു പരിധി വരെ പരിഹാരമാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന സ്ഥലത്ത് കിടപ്പുമുറി ഉണ്ടെങ്കിൽ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും ഒരു കാരണവശാലും ഈ തെക്ക് കിഴക്കേ ഭാഗത്ത് ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമുള്ള സ്ഥലം നിങ്ങൾ വാങ്ങിക്കണ്ട, അല്ലെങ്കിൽ ആ ബെഡ്റൂം നിങ്ങൾ ഉപയോഗിക്കണ്ട. അതുപോലെ തന്നെ വടക്ക് കിഴക്കേ ഭാഗം എന്ന് വെച്ചാൽ ഈശാനുകോണിലാണ് ബെഡ്റൂമെങ്കിൽ അതും നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ രണ്ട് സ്ഥലത്താണ് ബെഡ്റൂമെങ്കിൽ നിങ്ങളത് വാങ്ങിക്കേണ്ട. നിങ്ങൾ അവിടെ താമസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എവിടെയാണ് പറ്റുക? ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ കന്നിമൂലയാണ്. കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലക്ക്, അവിടെയാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം. അവിടെ ബെഡ്റൂം ഉണ്ടാവും. നിങ്ങൾക്ക് ആ ധൈര്യത്തിൽ അവിടെ കിടക്കാം. ആ വീടെടുക്കുന്നതിൽ തെറ്റില്ല. അതേസമയത്ത് വായു കോണിലായാലും വലിയ ദോഷമില്ല. വായു കോണിലും നിങ്ങൾക്ക് ബെഡ്റൂം ഉപയോഗിക്കാം. ഏറ്റവും ഗൃഹസ്ഥനാണെങ്കിൽ കന്നിമൂലയാണ് ഉത്തമം. അതല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ബെഡ്റൂം ഉണ്ടെങ്കിൽ അവിടെ ആയാലും നിങ്ങൾക്ക് വസിക്കാം. അപ്പോൾ ഈ ബെഡ്റൂം എടുക്കുമ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ബെഡ്റൂം നമ്മൾ ഈ ഏതെങ്കിലും 2 റൂമിലാണല്ലോ നമ്മൾ ബെഡ്റൂം ഉണ്ടാവുക. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഒരു അലമാരയുണ്ട് ഇരിക്കട്ടെ. ഈ അലമാര തുറക്കുന്നത് കുബേരൻ എന്ന് പറഞ്ഞാൽ നിധിയുടെ അല്ലെങ്കിൽ പണത്തിൻ്റെ അധിപനല്ല, വടക്കോട്ട് തുറക്കുന്ന വിധത്തിൽ അലമാര സ്ഥാപിക്കാൻ പറ്റണം. ഈ വീടിൻ്റെ ടോയ്ലറ്റ് എന്നുവെച്ചാൽ കക്കൂസ് ഒരു കാരണവശാലും ഒരു മൂലയിലും ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മൂലയിൽ അടുക്കള ഈ കക്കൂസ് പണിയുന്നത് ശരിയല്ല. മൂലയിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് മാറിയിട്ടാണോ എന്ന് നോക്കണം. അങ്ങനെയുള്ള കക്കൂസുള്ള വീടാണെങ്കിലും അതിൻ്റെ ദോഷവും നിങ്ങളെ ബാധിക്കും. അപ്പോൾ എന്ത് ദോഷമുണ്ടോ? ഇനി കിണറാവട്ടെ, കിണറിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ കൃത്യമായിട്ട് ഈശാനുകോണിലാണ് ഏറ്റവും ഉത്തമം. കാരണം ഭൂമി താഴ്ന്നു കിടക്കേണ്ടത് അവിടെയാണ്. ആ കിണർ കൊണ്ടുപോയിട്ട് നേരെ കന്നിമൂലക്കാണ് ഒരു കിണറുണ്ടെന്നിരിക്കട്ടെ എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറേ മൂലക്കാണ് കിണറെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകണ്ട. അത് വലിയ ദോഷമുണ്ടാക്കും. തെക്ക് കിഴക്കേ മൂലക്കാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവിടെയും കിണർ പാടില്ല. ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലക്കാണ്. അവിടെ കിണറുണ്ടോ എന്ന് നോക്കുക. ഇനി അവിടെ യാതൊരു അല്ല, ചിലപ്പം അത് ഈ വടക്ക് പടിഞ്ഞാറേ മൂലക്കായാലും വലിയ ദോഷമില്ല. പക്ഷേ ഏറ്റവും ഉത്തമമായ സ്ഥാനം വടക്ക് കിഴക്കേ മൂലക്കാണ്. ഇതും കൂടി നമ്മൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാതെയാണ് ചെയ്ത് നമ്മൾ അബദ്ധത്തിൽ പെട്ടുപോയെങ്കിൽ അത് പിന്നീട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നമുണ്ടാകും. ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും. ജോലി സ്ഥലത്ത് പലതരത്തിലുള്ള, കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, ഭാര്യയ്ക്ക് പലതരത്തിലുള്ള പ്രശ്നമുണ്ടാകും, ഗൃഹനാഥന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നത്തിൽ നമ്മൾ പല ഡോക്ടർമാരെ കാണിച്ചിട്ട് പറയും ഒരു ഇതിന് നിങ്ങൾക്ക് രോഗമൊന്നും കാണുന്നില്ലല്ലോ, ഇതെന്താ പ്രശ്നമൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് അവിടുത്തെ വാസ്തു സംബന്ധമായ വിഷയമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചോളണം.
ആ വാടക വീടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്നറിയോ, ഇത് വീട് നമ്മളിങ്ങനെ നോക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഏത് സ്ഥലത്തുള്ള വീടാണോ നോക്കുന്നത് അവിടെ മുമ്പ് താമസിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ അഭിപ്രായം തേടുക. മുമ്പ് താമസിച്ച ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത്തരത്തിൽ അവരുടെ അഭിപ്രായം കൂടി തേടിയിട്ട് വേണം നിങ്ങൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റ് പ്രദർശനത്തിൽ എല്ലാം നമ്മൾ നോക്കി, എന്നാലും ഒരു അഭിപ്രായം ചോദിക്കാൻ എന്താണ് അതെന്ന്. അപ്പോൾ അവർക്കറിയാം ഗൃഹനാഥൻ്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ആ വീടിൻ്റെ മറ്റു പല പ്രശ്നങ്ങൾ, അയൽവാസികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അവിടെ മുമ്പ് താമസിച്ച ആൾക്കാർക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത്. അയൽവാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗൃഹനാഥനോട് ശരിയായ ഉടമയോട് എന്തെങ്കിലും ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറേ കുറ്റങ്ങൾ പറഞ്ഞു തന്നു കൂടായില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ചിലപ്പോൾ മുമ്പ് താമസിച്ചാലും അങ്ങനെയാണോ എന്ന് പറയാൻ കഴിയില്ല. എന്നാലും നമ്മളൊരു അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ്, വീടിനെക്കുറിച്ച് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ചുരുങ്ങിയത് ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഇത്തരത്തിൽ ചുരുങ്ങിയത് ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇങ്ങനെ നോക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. അതാ ഞാൻ പറഞ്ഞ ഗൃഹനാഥൻ്റെ പേരിൽ വീട് എടുത്ത ഒരു വീടിൻ്റെ ഉടമസ്ഥന് ഇതിനൊന്നും ബാധകമല്ല. വീടിൻ്റെ ഉടമസ്ഥൻ അവിടെ താമസിക്കുമ്പോഴാണ് ആ പ്രശ്നം അവരെ ബാധിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വേറൊരാൾ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ള ദോഷം അവരിലേക്ക് പോകും. ഇപ്പോൾ ഞാനൊരു വീടെടുത്തപ്പോൾ അതിന് ദോഷമുണ്ട്, ഞാൻ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പൂട്ടിയിട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാൻ വേറെ വീടെടുത്തുന്നാലും ഈ പൂട്ടിയിട്ട വീട് എൻ്റെ പേരിലായി കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങൾ എന്നെ ബാധിക്കും. എന്നിരുന്നാലും അത് വേറൊരാൾക്ക് താമസിക്കാൻ കൊടുക്കുമ്പോഴോ ആ ദോഷങ്ങളെല്ലാം അവരിലേക്ക് പോകും. അപ്പോൾ നമ്മൾക്കെന്തായി അത്ര വലിയൊരു ദോഷങ്ങൾ ബാധിക്കുന്നില്ല ഗൃഹസ്ഥന്, ഗൃഹനാഥന്. അപ്പോൾ നമ്മൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നത്, അത് ഏത് സ്ഥലത്ത് വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴും എന്ത് വേണം, ഇത്തരത്തിലുള്ള ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾ താമസിക്കുന്നതിനൊക്കെ ദോഷം മുഴുവൻ നിങ്ങൾക്കാണ്, താമസിക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം വാടകയ്ക്കുള്ള വീട് സ്വീകരിക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.